ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനി ഉണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. പ്രൊഫസർ തോമസ് മാത്യു കോട്ടയം പാലയിൽ മാത്യുവിൻ്റെയും ത്രേസ്യയുടെയും മകനായി 1959 ജനിച്ചു. പാലയിൽ ഒരു സ്വകാര്യ സ്കൂളിൽ നിന്നും പ്രൈമറി വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ ഇദ്ദേഹം കോട്ടയം സെന്റ് തോമസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തിയാക്കി. മധ്യപ്രദേശിലെ ഭോപ്പാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടി ജീവിതം അധ്യാപന കലയിലേക്ക് വഴിതിരിച്ച് 1982 മമ്പാട് MES കോളേജിന്റെ പടികേറി. തൻ്റേതായ ശൈലിയിലൂടെ അധ്യാപന കലയുമായി മുന്നേറിയ ഇദ്ദേഹം പിന്നീട് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കിടാവിളക്കായി മാറി. ചിന്തകളെയും സമവാക്യങ്ങളെയും പ്രണയിച്ച് പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്ന ഫിസിക്സ് സബ്ജക്റ്റിന്റെ പ്രത്യേകതകൾ ഈ അധ്യാപകന്റെ ജീവിതത്തിൽ നിറസാന്നിധ്യമായിരുന്നു. അതിനാൽ നടന്നു നീങ്ങിയ വഴികളിലെല്ലാം തൻ്റേതായ കാൽപ്പാടുകൾ പതിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. സ്നേഹനിധികളായ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഒരു നല്ല അധ്യാപകന്റെ അമൂല്യ രത്നങ്ങൾ. അധ്യാപന വൃത്തിയുടെ പൊരുളറിഞ്ഞ് നീണ്ട 32 വർഷത്തെ അധ്യാപന ജീവിതത്തിലൂടെ 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ വെളിച്ചം വീശുവാൻ ഈ അധ്യാപകന് കഴിഞ്ഞു. ക്ഷണികമായ ചില ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ മനസ്സിൽ അനശ്വരമായി നിലനിൽക്കുവാനും ഇദ്ദേഹത്തിനായി. ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങളാണ് അർത്ഥഗർഭമുള്ളവയായിത്തീരുന്നത്. 7 വർഷത്തോളം കോളേജിലെ സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിലും NAC കോർഡിനേറ്റർ എന്ന നിലയിലും തൻ്റേതായ ചുമതലകൾ കോളേജിൻ്റെ ഉയർച്ചയ്ക്കായി കൃത്യമായി നിർവഹിക്കുവാൻ ഈ അധ്യാപകന് കഴിഞ്ഞിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് 2 തവണ കോളേജിന് NAC അക്രഡിഷൻ കിട്ടിയതിലൂടെ കേരളത്തിൽ ഡോക്ടർ ഗഫൂർ മെമ്മോറിയൽ MES മമ്പാട് കോളേജിന്റെ യശസ് വാനോളം ഉയർത്തിയത്. സമൂഹത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന വ്യക്തി ഉപയോഗശൂന്യമായ ജീവിതം നയിക്കുന്നവനാണ്. സാമൂഹിക നന്മയുടെ പരിപോഷണത്തിൽ ഈ അധ്യാപകൻ എന്നും ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ വിദ്യാർത്ഥികൾക്ക് സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളുടെ ആദ്യാക്ഷരം പകർന്നു നൽകി ഒരു മാതൃകാ അധ്യാപകനായി മാറുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ഉന്നത വിഷയം എന്ന നിലയിൽ ഫിസിക്സ് സബ്ജക്റ്റിന്റെ ജാട കാണിക്കരുത് എന്ന തോമസ് സാറിന്റെ വാക്കിൽ നിന്നു തന്നെ തൻ്റെ വിദ്യാർത്ഥികൾ
സൽഗുണ സ്വഭാവമുള്ളവർ ആയിരിക്കണം എന്ന പ്രതിധ്വനി മുഴകിയിരുന്നു. സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാത്രമേ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയൂ എന്ന ഉൾക്കാഴ്ച ഈ അധ്യാപകനുണ്ടായിരുന്നു. ചില ചരിത്രക്കുത്തുകളുടെ ഓർമ്മപ്പെടുത്തൽ മുന്നോട്ടുള്ള കാൽവെപ്പുകളുടെ താങ്ങുകളാണ്. 1965 പിന്നോക്കാവസ്ഥയിലായിരുന്ന ഈ മലബാറിൽ ഒരു കലാലയം യാഥാർത്ഥ്യമായപ്പോൾ ഭൗതികശാസ്ത്രം സബ്സിഡിയറി വിഷയമായി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 ചരിത്രം പറയാതെ തോമസ് സാറിൻ്റെ കലാലയ ജീവിതം പൂർണ്ണമാകുന്നില്ല. വർഷാവർഷങ്ങളിൽ ഓരോ കലാലയത്തിനും അപേക്ഷകൾക്കനുസരിച്ച് 1-2 പുതുതായ കോഴ്സുകൾ അനുവദിക്കുന്നതിൽ പ്രകാരം MES മാനേജ്മെന്റ് കമ്മിറ്റി BA ഇംഗ്ലീഷും BA ഹിസ്റ്ററിക്കും അപേക്ഷകൾ കൊടുത്തപ്പോൾ ഭൗതികശാസ്ത്രത്തിന് കാലഘട്ടത്തിൻ്റെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PJ ജോസഫുമായി പ്രൊഫസർ തോമസ് മാത്യു മനസാലെ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായി ഫിസിക്സ് മെയിൻ സബ്ജക്റ്റായി ഈ കലാലയത്തിൽ നിലവിൽ വന്നു. അങ്ങനെ BA ഇംഗ്ലീഷും BA ഹിസ്റ്ററിയും അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ 1996 BSc ഫിസിക്സ് യാഥാർത്ഥ്യമാക്കിയതിലൂടെ MES മാനേജ്മെന്റ് കമ്മിറ്റിയെ പോലും ഈ അധ്യാപകൻ അത്ഭുതപ്പെടുത്തി. ഇത് ഒന്നു മാത്രം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ക്രിയാത്മകവും സർഗാത്മകവും രചനാത്മകവുമായി ഈ കലാലയത്തിൽ മായ്ക്കാനാവാത്ത ചരിത്രത്താളുകളിൽ ഇടം നേടിയ തൻ്റെ പ്രവർത്തനങ്ങൾ കാൽപ്പാടുകൾ കഥ പറയുന്ന ഒരു കാലത്ത് പൂത്തുലഞ്ഞ ഒരു നന്മമരത്തിൻ്റെ പല ശാഖകളായി പടർന്നു നിൽക്കുക തന്നെ ചെയ്യും. തൻ്റെ സഹപ്രവർത്തകരുമായി നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ ഈ അധ്യാപകന് കഴിഞ്ഞിരുന്നു. പ്രൊഫസർ കുട്ടൂസ, KN നമ്പൂതിരി, പ്രൊഫസർ സുബ്രഹ്മണ്യൻ, P സിമിൻ, M ഷൗക്കത്തലി എന്നീ വിരമിച്ച അധ്യാപകരുമായും KV രമണി, ഹിന്ദ് എന്നീ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരുമായും ദൃഢബന്ധം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരുമായും ഈ സൗഹൃദ ബന്ധം നിലനിന്നിരുന്നു. ഗസ്റ്റ് ലെക്ചേഴ്സിനെ അന്യം നിർത്താതെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാക്കുവാനും ഈ അധ്യാപകന് കഴിഞ്ഞിരുന്നു. തന്നെ ചലനാത്മകമാക്കുന്നതിനോടൊപ്പം തന്നെ ഏതു പ്രവൃത്തികളിലും ഒരു വഴികാട്ടിയായി തൻ്റെ മനസ്സിന് ഊർജം പകർന്നു നൽകി കൂടപ്പിറപ്പായി പ്രവർത്തിച്ച പ്രൊഫസർ ഷൗക്കത്തും പ്രൊഫസർ കുട്ടൂസയുമായും തോമസ് സാർ ഇന്നും അടുത്ത ബന്ധം പുലർത്തി വരുന്നു. അന്നും ഇന്നും എന്നും മാനേജ്മെന്റിനും പ്രിൻസിപ്പൽമാർക്കും താങ്ങും തണലുമായിരുന്നു തോമസ് സാറിൻ്റെ സാന്നിധ്യം. NCC, NSS, ടൂറിസം ക്ലബ്ബ്, ആന്റി ഡ്രഗ് ക്ലബ്ബ് തുടങ്ങിയവയിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളുടെ ആധിപത്യം തുടർന്നു പോന്നത് ഈ അധ്യാപകന്റെ നിർദ്ദേശഫലമായിരുന്നു. തൻ്റെ വിദ്യാർത്ഥികളിൽ നിന്നുള്ള കുസൃതിത്തരങ്ങളും ചെറിയ ചെറിയ തെറ്റുകളും പ്രായത്തിൻ്റെ ചാപല്യമാണ് എന്ന് അറിഞ്ഞു പെരുമാറുമെങ്കിലും പാഠ്യേതര വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ
വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ സാധിച്ചിരുന്നു. ജീവിതത്തിലെ വർണ്ണാഭപരമായ 3 വർഷകാലം നാം ചിലവഴിച്ച ഈ കലാലയത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളുടെ പുനഃസംഗമത്തിലൂടെ ഒരിക്കൽ കൂടി ഈ സ്വർഗഭൂമിയിലെ മധുരസ്മരണകളെ പുനഃസൃഷ്ടിക്കുവാൻ വർഷാവർഷങ്ങളിൽ തോമസ് സാർ മുൻകൈയെടുത്ത് മുടങ്ങാതെ നടന്നുവരുന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അലൂമിനി കൂട്ടായ്മയിലൂടെ കോളേജിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകൾക്കും അസൂയ ഉളവാക്കും വിധം ഒരു മികച്ച മാതൃകയാകുവാൻ സാധിച്ചു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ കോളേജിലെ തൻ്റെ കാലയളവിൽ വിവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ അധ്യാപകൻ കോളേജിലെ പുൽക്കൊടികളെയും മണൽത്തരികളെയും സ്പർശിച്ചു പോന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ അനശ്വരമായി നിലനിൽക്കുക തന്നെ ചെയ്യും. 2014-15 അധ്യയന വർഷത്തോടെ MES മമ്പാട് കോളേജിൽ നിന്നും വിരമിക്കുന്ന ഈ അധ്യാപകന്റെ ഇനിയുള്ള വിശ്രമ ജീവിതം സന്തോഷത്തിൻ്റെ ദീപശിഖ തെളിയിച്ചുകൊണ്ട് ധന്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചരിത്രം ഈ അധ്യാപകനെ വാഴ്ത്തുന്നത് ഇങ്ങനെ കൂടിയായിരിക്കും. മമ്പാട് MES കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സുവർണയുഗം കൊത്തിയെടുത്ത പ്രൊഫസർ തോമസ് മാത്യു എന്ന TM. ഈ വർഷം റിട്ടയർ ചെയ്യുന്ന തോമസ് സാറിനും മറ്റധ്യാപകർക്കും അവരുടെ ശിഷ്ടജീവിതം ആയുരാരോഗ്യവും സൗഖ്യമാകട്ടെ. കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ ആശംസിക്കുകയാണ്. അവരുടെ ദീർഘായുസിനും അവരുടെ കുടുംബത്തോടുള്ള സന്തോഷകരമായ ജീവിതവും നന്നായി ആസ്വദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇനിയും കോളേജിൻ്റെ നന്മകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിന് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പുലർവേളയിൽ തെളിയുമൊരു സൂര്യനായി ഒരുപാടു കാലമുണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥനായൊരാൾ വാണിരുന്നു. ഒരു പുലർവേളയിൽ തെളിയുമൊരു സൂര്യനായി ഒരുപാടു കാലമുണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥനായൊരാൾ വാണിരുന്നു. അറിവിൻ വെളിച്ചമായി നേരിൻ പ്രതീകമായി ഹൃദയത്തിലെന്നും വസിച്ചിരുന്നു. കരുണമാമിഴികളും തരളഭാവങ്ങളും അതിലേറെ ആർദ്രമായി തീർന്നിരുന്നു എൻ്റെ ഗുരുനാഥനായൊരാൾ വാണിരുന്നു. ഒരു പുലർവേളയിൽ തെളിയുമൊരു സൂര്യനായി ഒരുപാടു കാലമുണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥനായൊരാൾ വാണിരുന്നു. നിറമാർന്ന പുലരികൾ വഴിനീളവേ നിത്യവസന്തവും ചെറുകുളിർത്തെന്നലും ഒരു സ്വപ്നഭൂമിയെ വാർത്തിരുന്നു. അക്കാലമത്രയും ആ സൂര്യകിരണങ്ങൾ അജ്ഞാനമത്രയും മായ്ച്ചിരുന്നു. അക്കാലമത്രയും ആ സൂര്യകിരണങ്ങൾ അജ്ഞാനമത്രയും മായ്ച്ചിരുന്നു. സാന്ധ്യതിര തന്നിലലിയവേ വിശ്വസ്വരൂപമായി ഒരു നല്ല നാളേക്കു നേർന്നിരുന്നു എൻ്റെ ഗുരുനാഥനായൊരാൾ വാണിരുന്നു. അകലുമാ സൂര്യനെ നോക്കി നിൽക്കേ അറിയാതെ പൊഴിയുമീ മിഴിനീർക്കണങ്ങളിൽ തെളിയുന്നു നിൻ
രാവിതിൽ തെളിനില ചില്ലയൊരുക്കുവാൻ അകലേക്കു പോകുമാ കാലടികൾ. രാവിതിൽ തെളിനില ചില്ലയൊരുക്കുവാൻ അകലേക്കു പോകുമാ കാലടികൾ. നിന്നിലലിയുന്ന സ്നേഹമായി ഇനിയുള്ള യാത്രകളിലെന്നുമീ കൈകൾ ഞാൻ കൂപ്പിടുന്നു. എൻ്റെ